നമുക്ക് അതിന്റെ CCTV ഫുട്ടേജ് നോക്കി നോക്കാം. പോലീസ് ആ സംഭവ സ്ഥലത്ത് നിന്ന് ഏരിയ കളക്ട് ചെയ്ത CCTV ഫുട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് വീഴുന്നത് കാണാം. അതിന്റെ ബാക്കിൽ തന്നെ സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തുന്ന ഒരു വണ്ടിയും കാണാം നിങ്ങൾക്ക്. ഞാനപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കൊല്ലാനുള്ളൊരു ഉദ്ദേശമാണെങ്കിൽ നേരെ ഒന്ന് ആ വണ്ടി വരുമ്പോൾ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തേണ്ട ഒരു ആവശ്യമില്ല. പിന്നാലെ പോയിട്ട് വേണമെങ്കിൽ അവരെ അവിടെ ഇടിച്ച് മണവാളനാണ് അല്ലെങ്കിൽ ഞാൻ മണവാളൻ. ഇപ്പോൾ ഗൈസ് ഞാനൊരു ഫേക്ക് കൗണ്ടർ കേസിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കുറ്റവാളിയല്ല, കുറ്റം ആരോപിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. കുറ്റവാളിയാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജുഡീഷ്യറിയല്ല, അതിൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും കോടതിയൊക്കെ. എൻ്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ചിട്ട് എനിക്ക് നിരപരാധിയെന്ന് തെളിയിക്കുക എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇന്നേ വരെ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ. സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷം 19/4/2024, അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഈ കേരളവർമ്മ കോളേജൊക്കെ മുടക്കാണ്, ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടായിരുന്നു. അവിടെ 2-3 വിദ്യാർത്ഥികൾ ചേർന്ന് അവിടെ കോളേജിൻ്റെ ബാക്കിൽ കുറേ കോമ്പൗണ്ട് ഉണ്ടാവുമല്ലോ, അതിൽ വിദ്യാർത്ഥികളല്ല പൂർവ്വ വിദ്യാർത്ഥികൾ വർഷം മുന്നേ പഠിച്ചു പോയവരാണ്, ഇപ്പം നിലവിൽ പഠിക്കുന്നവരല്ല. അവർ കോളേജിലേക്ക് വന്ന് കയറിയിട്ട് അവിടെ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ ഇരുന്നിട്ട് എന്തോ മദ്യപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ വേറെ FIR ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ സംഭവം ഡീറ്റെയിൽസ് ഇത് വായിച്ച് ഞാൻ കൂടുതൽ കേൾപ്പിച്ച് തരാം, PDF ആയിട്ട് സൈഡിലിടാം. അതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് ഞാൻ എന്താണെന്നുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. അവർ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു, വേറെ കലാപരിപാടികൾ അവർ നോക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് തന്നെ ഒരു പാടമുണ്ട്. ആ പാടത്തിന് തൊട്ട് ഒരു തുക്കുമാരക്കുടം കോളനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ കളിക്കുന്നത് ഈ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ കേരളവർമ്മ കോളേജിന് തൊട്ടുള്ള ഈ ഗ്രൗണ്ട്. അപ്പോൾ അവിടെ ഈ കുറച്ച് ഒരു 10-15 പിള്ളേർ കൂടി ചേർന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇവിടെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഇവിടെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ, മുന്നേ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ വന്നത് മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഇവരെ ഈ സംഭവ സ്ഥലത്ത് ഈ ഗ്രൗണ്ടിലോ ഈ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഉള്ളിലോ ഞാനില്ല. ഈ സംഭവ സ്ഥലത്ത് ഈ പൂർവ്വ വിദ്യാർത്ഥികളും ഈ പാടത്തുണ്ടായിരുന്ന ഒരു പയ്യനുമായിട്ട് ഇവർ സംഘർഷം ഉണ്ടാവുകയും അവരെ ഈ പാടത്തുണ്ടായിരുന്ന ഒരു സഞ്ജയ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. സഞ്ജയുടെ FIS, അതായത് മൊഴിയിൽ നിന്ന് വ്യക്തമാണ്, അവർ മദ്യപിച്ചിരുന്നിരുന്ന കുപ്പിയിലെടുത്ത് നമ്മൾ FIS ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 കേസിൻ്റെ FIS എടുത്തിട്ടുണ്ട്, FIR എടുത്തിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയെ തലക്കടിച്ചിട്ട്, അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം, തലക്കടിച്ചിട്ട് പരിക്കേൽപ്പിച്ച് തലക്ക് പല ഭാഗങ്ങളിലായിട്ട് സ്റ്റിച്ചിട്ടുണ്ട്. അവർക്ക് എതിരെയുള്ള ഈ FIR ആണിത്. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നില്ലേ, ഇപ്പോൾ പഠിക്കുന്നവരല്ല പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന വ്യക്തികൾക്ക് എതിരെയുള്ള FIR മദ്യപിച്ചിട്ട് ഇവർ ബൈക്കുമ്പോൾ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കാറിൽ. അപ്പോൾ എൻ്റെ വണ്ടിയുടെ മുന്നിൽ ഇവരെൻ്റെ വണ്ടിയുടെ മുന്നിൽ വീണു. അപ്പോൾ തന്നെ ഞാൻ സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട്. പിന്നീന്ന് ഒരു സംഘം വന്നിട്ട് ചോരയിലൊക്കെ കുളിച്ചിട്ടൊരു സംഘം ബൈക്കിലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ഞാൻ സംഭവം മനസ്സിലാവില്ല, ഞാൻ ഇറങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വിശ്വാസമാവില്ല. നമുക്ക് അതിൻ്റെ CCTV ഫുട്ടേജ് നോക്കി നോക്കാം. ഇപ്പോൾ ഈ പ്ലാൻ ചെയ്യാൻ പോണ CCTV ഫുട്ടേജ് അവിടെ പോലീസ് ആ സംഭവ സ്ഥലത്ത് നിന്ന് ഏരിയ കളക്ട് ചെയ്ത CCTV ഫുട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് വീഴുന്നത് കാണാം. അതിൻ്റെ ബാക്കിൽ തന്നെ സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തുന്ന ഒരു വണ്ടിയും കാണാം നിങ്ങൾക്ക്. ഞാനപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കൊല്ലാനുള്ളൊരു ഉദ്ദേശമാണെങ്കിൽ നേരെ ഒന്ന് ആ വണ്ടി വരുമ്പോൾ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തേണ്ട ഒരു ആവശ്യമില്ല. പിന്നാലെ പോയിട്ട് വേണമെങ്കിൽ അവരെ അവിടെ ഇടിച്ചണ്ട് കയറ്റിയാണ് എന്താ വെച്ചാൽ ബാക്കിൽ വന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് കോടതിയിൽ കൊടുത്തൊരു റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. പോലീസ് പരിശോധിച്ചിട്ട് ഇതിൽ എന്താണ് വണ്ടിക്ക് പരിക്ക് പറ്റിയതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനതൊന്ന് വായിച്ചു തരാം. ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. KL 75B1079 നമ്പർ എന്ന ഹോണ്ട യൂണിക്കോൺ മോട്ടോർ സൈക്കിളിൻ്റെ പൊട്ടിയ ഹെഡ്ലൈറ്റും, അതായത് വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ ഹെഡ്ലൈറ്റിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്, നോട്ട് ദ പോയിന്റ്. പിന്നെ വൈസറിൻ്റെ ഭാഗങ്ങൾ ഈ കേസിൻ്റെ തെളിവിലേക്കായിട്ട് ബന്ധവസിലെടുത്തു. അതായത് എന്ന് വെച്ചാൽ അവർ തെളിവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്, ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ വൈസർ പൊട്ടിയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പരിക്കണമെന്ന് നോക്കി നോക്കാം. പരിശോധിച്ചിൽ പിൻവശം നമ്പർ പ്ലേറ്റും, പിന്നെ വലത് വശം സൈലൻസർ, ബ്രേക്ക് ലിവർ, പെട്രോൾ ടാങ്ക്, ഹാൻഡിൽ എന്നിവ ഒരഞ്ഞ നിലയിലും. വണ്ടി പിന്നെ വൈദ്യുതി വീഴുമ്പോൾ വണ്ടി ഒരഞ്ഞ പാടുകൾ ഉണ്ടാവും. അപ്പോൾ ഇവർ കൊടുത്തിട്ട് പിന്നീന്നൊന്നും ഇടിച്ചതാണ്. പിന്നിൽ എവിടെ അപ്പോൾ ഒരു ഫോട്ടോ ആഡ് ചെയ്യുക, GD എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു ഫോട്ടോയാണ് ഇതായി കാണുന്നത്. ഞാൻ രാത്രി അവിടെ വണ്ടി എടുക്കേണ്ടത്, രാത്രി പോയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഇങ്ങനെ പുലിവാല എന്ന സംബന്ധിച്ച് GD എൻട്രി വേണ്ടി എടുത്ത ഫോട്ടോയാണ്. ഇത്രയും വലിയൊരു വണ്ടി, അതൊരു XC700 എന്ന് പറഞ്ഞാൽ അത്രയും ഹെവി വെഹിക്കിളാണ്. ഒരു ഉള്ളിത്തോട് പോലത്തെ ഒരു യൂണിക്കോൺ വണ്ടിയുടെ ബാക്കിൽ ഇടിച്ചിട്ട് അതിൻ്റെ ഫൈബർ പാർട്സ്, അതായത് മറ്റേ ആ ബാക്കിലെ മഡ് ഗാർഡുമല്ലോ ഇല്ലെങ്കിൽ അതിൻ്റെ ആ ടെയിൽ ലാമ്പ് ഇല്ലേ, ആ ടെയിൽ ലാമ്പ് അതൊന്നും ഒരു പോറലോ പൊട്ടലോ ചിന്നലോ പോലും വന്നിട്ടില്ല. ഇത്രയും വലിയ വണ്ടി ഇടിച്ചാൽ എന്താ സംഭവിക്കുന്നത് ഏകദേശം കോമൺ സെൻസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം.
നമ്മുടെ മണവാളൻ അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം മണവാളൻ ഇപ്പോൾ പോലീസൊക്കെ പിടിച്ചിട്ട് പോയി. മണവാളൻ അങ്ങനെ ഇപ്പം മുടിയൊക്കെ വെട്ടി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മുടി ഇത്ര വെട്ടിയുള്ളായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല. മുടി ആ ഒരു ടൈമിനകത്ത് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. മണവാളൻ മുട്ട അടിച്ചിരിക്കുന്ന പോലത്തെ ഫോട്ടോയൊക്കെ, അതൊക്കെ അപ്പോൾ ഫേക്ക് ആയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാര്യം പുള്ളിക്ക് ഇപ്പോഴും നല്ലല്ല, അത്യാവശ്യം മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മണവാളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഈ മണവാളിനെ കണ്ടുകൂടാത്ത ഒരാളാണ് ഞാൻ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ആ ഒരു ക്യാരക്ടർ മണവാളൻ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അതിനൊന്നും ഇവൻ്റെ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അത് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോനകത്തേക്ക് കിടക്കാം. അതായത് ഈ വീഡിയോനകത്ത് പുള്ളി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഭാഗത്തൊരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല എന്നല്ല, ഒരു തെറ്റും ഇല്ലെങ്കിൽ അത് നിയമം തെളിയിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ പുള്ളി പറയുന്നതിനകത്ത് പലതും തെളിവ് വെച്ചിട്ട് പറയുന്നു എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നാൽ തന്നെ ഈ തെളിവുകളൊക്കെ ഉള്ളതാണെങ്കിൽ ഇപ്പോൾ മണവാളൻ എന്ന് പറയുന്ന ആൾ നിരപരാധിയാണെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടാണ്ട് നിങ്ങൾ നിരപരാധിയായിട്ട് തന്നെ പുറത്തിറങ്ങണമെന്ന് തന്നെ ഞാനും പറയുള്ളൂ. അല്ലാണ്ട് എനിക്കിപ്പോൾ നിങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജയിലിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. കാര്യം എന്താണ്, നമ്മളെപ്പോഴും സത്യം ആരുടെ ഭാഗത്താണോ അയാളുടെ ഭാഗത്ത് നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ ഒരു കേസിനകത്ത് മണവാളൻ നിരപരാധിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എന്താണ്, നമുക്ക് ഇപ്പോഴും ഈ ഒരു കേസ് തെളിയാത്തോടത്തോളം കാലം നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ മണവാളനോ ഈ നിയമത്തിന് നോക്കി ചിരിച്ച ഒരു ചിരിയുണ്ട്, അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ആ ഒരു സംഭവത്തിന്. അറിയാം, ഈ നമ്മുടെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തേക്കാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു, അല്ലെങ്കിൽ നമ്മുടെ ആ നിയമത്തിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം നിയമപരമായിട്ടാണല്ലോ നിങ്ങൾ അറസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് നിങ്ങൾ ഒരിക്കലും കയറിയിട്ട് അമ്മാതിരി ചിരിയും അതേപോലെ നിയമത്തിന് പുച്ഛിക്കുന്ന രീതിക്കുള്ള കാണിക്കലും അതൊക്കെ കണ്ടിട്ട് ഒരുമാതിരി കോമാളിത്തരം കാണിച്ചു കൂട്ടുന്ന, അതായത് മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാൾ കിടന്ന് കാണിച്ചു കൂട്ടുന്ന, അതായത് ചുരുക്കി പറഞ്ഞാൽ വട്ടായിട്ടൊരാൾ കിടന്ന് കാണിച്ചു കൂട്ടുന്ന പോലെയാണ് എനിക്കത് കണ്ടിട്ട് തോന്നിയത്. അല്ലാണ്ട് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, മണവാളൻ അന്തം ഫാൻസൊക്കെ വല്ലതൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പോലുള്ള, എനിക്ക് അതിനൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ. പിന്നെ മണവാളൻ്റെ മറ്റേ സഹോദരിയുടെ ഒരു സംഭവമൊക്കെ മുന്നേ വന്നിട്ടുണ്ടായി. അതൊക്കെ എന്തായാലും നമ്മളതിനെപ്പറ്റി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിനകത്ത് എനിക്കിപ്പോൾ മണവാളൻ പറയുന്നതിനകത്ത് സത്യമുണ്ടെങ്കിൽ അതായത് സത്യം വിജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്കതിനകത്ത് പറയാൻ പറ്റുള്ളൂ. കാര്യം നമുക്ക് മണവാളൻ പറയുന്നതിനകത്തൊക്കെ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഉറപ്പിച്ച് പറയാത്തത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് എല്ലാം വീഡിയോയുടെ കമൻറ്റാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ബിസി ചെയ്യും. എന്താ വെച്ചാൽ ബാക്കിൽ വന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് കോടതിയിൽ കൊടുത്തൊരു റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. പോലീസ് പരിശോധിച്ചിട്ട് ഇതിൽ എന്താണ് വണ്ടിക്ക് പരിക്ക് പറ്റിയതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനതൊന്ന് വായിച്ചു തരാം. ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. KL 75B 1079 നമ്പർ എന്ന ഹോണ്ട യൂണിക്കോൺ മോട്ടോർ